നമസ്കാരം. ആദ്യം പ്രധാന വാർത്തയിലേക്ക്. ഇറാനിൽ നിന്നും ഒഴിപ്പിച്ച ഇന്ത്യക്കാരുമായുള്ള ആദ്യ വിമാനം പുലർച്ചെ എത്തും. വിമാനം പുറപ്പെടുന്നത് അർമേനിയയുടെ തലസ്ഥാനമായ യെരേവാനിൽ നിന്നും. കീഴടങ്ങണമെന്ന അമേരിക്കയുടെ നിലപാട് തള്ളി ഇറാൻ. അമേരിക്കൻ സൈനിക ഇടപെടലുണ്ടായാൽ പരിഹരിക്കാൻ കഴിയാത്ത നഷ്ടം വരുത്തിവെക്കുമെന്ന് ആയത്തുള്ള അലി ഖൊമൈനി. ആഗോള വിപണിയിൽ എണ്ണവില കുത്തനെ ഉയർന്നു. ഉപതെരഞ്ഞെടുപ്പിന് ഒരുങ്ങി നിലമ്പൂർ. നാളത്തെ വോട്ടെടുപ്പിനായി 263 പോളിംഗ് സ്റ്റേഷനുകൾ സജ്ജം. പോളിംഗ് സാമഗ്രികളുടെ വിതരണം പൂർത്തിയായി. കനത്ത സുരക്ഷ. അവസാനവട്ട വോട്ടുപിടുത്തത്തിൽ സ്ഥാനാർത്ഥികൾ കൂട്ടിയും കിഴിച്ചും മുന്നണികൾ. RSS സഹകരണ വിവാദത്തിൽ വെട്ടിലായി MV ഗോവിന്ദൻ. അടിയന്തരാവസ്ഥക്കാലത്ത് യോജിച്ചത് ജനകീയ മുന്നേറ്റത്തിന്റെ ഭാഗമായെന്ന് വിശദീകരണം. തിരുത്തി മുഖ്യമന്ത്രി. RSSുമായി ഒരു സഹകരണവും ഉണ്ടായിട്ടില്ലെന്ന് പിണറായി വിജയൻ. വേർപിരിഞ്ഞ പ്രണയിനിയുടെ പ്രണയാതര അപേക്ഷയെന്ന് ഗോവിന്ദനെതിരെ VD സതീശന്റെ പരിഹാസം. അതൃപ്തിയുമായി CPI. രാജ്ഭവൻ രാഷ്ട്രീയ പ്രചാരണത്തിനുള്ള വേദിയാക്കരുതെന്ന് മുഖ്യമന്ത്രി. ഓരോരുത്തരുടെയും താൽപര്യമനുസരിച്ച് പരിപാടി നടത്താനാകില്ല. RSS ചിഹ്നം എല്ലാവരും അംഗീകരിക്കാൻ പറഞ്ഞാൽ നടക്കില്ല. ഭാരതാംബ വിവാദത്തിൽ കൃഷിമന്ത്രി പറഞ്ഞത് സർക്കാർ നിലപാടെന്നും പിണറായി വിജയൻ. സ്വകാര്യ പെട്രോൾ പമ്പിലെ ശുചിമുറി പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാനാകില്ലെന്ന് ഹൈക്കോടതി. ഉപയോഗം പമ്പിലെത്തുന്ന ഉപഭോക്താക്കൾക്ക് മാത്രം. നടപടി സ്വകാര്യ പെട്രോൾ പമ്പ് ഉടമകളുടെ ഹർജിയിൽ എതിർകക്ഷി സംസ്ഥാന സർക്കാർ. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം മഴ ശക്തമാകുമെന്ന് മുന്നറിയിപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ തീവ്ര മഴ. മഴക്കെടുതിയിൽ 104 വീടുകൾ തകർന്നു. കുട്ടനാട് താലൂക്കിലെ പ്രൊഫഷണൽ കോളേജുകൾ ഒഴികെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി. അതിശക്തമായ പ്രത്യാക്രമണങ്ങളുമായി ഇറാൻ-ഇസ്രായേൽ സംഘർഷത്തിൽ അതിരൂക്ഷമാണ് പശ്ചിമേഷ്യയിലെ സാഹചര്യം. അതേസമയം നിരുപാധികമായി കീഴടങ്ങണമെന്ന് ആയത്തുള്ള അലി ഖൊമേനിയോടും ഇറാനോടും അമേരിക്ക ആവശ്യപ്പെട്ടു. എന്നാൽ അമേരിക്കയുടെ നിർദ്ദേശം ഇറാൻ തള്ളി. ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖൊമേനി എവിടെയാണെന്ന് വ്യക്തമായി അറിയാം. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തെ കൊല്ലുന്നില്ല. ഇറാന്റെ വ്യോമയാന മേഖല മുഴുവൻ തങ്ങളുടെ നിയന്ത്രണത്തിലാണ്. ക്ഷമയുടെ പരിധി നേർത്തു വരികയാണെന്നും നിരുപാധികമായി ഇറാൻ കീഴടങ്ങണമെന്നുമാണ് മണിക്കൂറുകൾക്ക് മുൻപ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകിയ അന്ത്യശാസനം. എന്നാൽ ട്രംപിന്റെ മുന്നറിയിപ്പ് തള്ളിയ ഖൊമേനി തങ്ങൾ കീഴടങ്ങില്ലെന്നും ഇസ്രയേൽ ഇതുവരെ ഉണ്ടായതിൽ ഏറ്റവും ശക്തമായ ആക്രമണം നേരിടാൻ തയ്യാറായിരിക്കണമെന്നും തിരിച്ചടിച്ചു. ഇതിനു പിന്നാലെ ഇറാൻ ടെല്ലവീവിലേക്ക് തങ്ങളുടെ ഫത്ത-1 ഹൈപ്പർസോണിക് മിസൈൽ അടക്കം വർഷിച്ചുവെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. മറുപടിയായി ഇറാന്റെ ഫോർദോവിലെ മിസൈൽ സംഭരണ സൈനിക കേന്ദ്രങ്ങളിലടക്കം ശക്തമായ ആക്രമണം ഇസ്രയേൽ നടത്തി. ടെഹ്റാനിലെ 10 ലക്ഷത്തോളം വരുന്ന ജനങ്ങളോട് ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടതോടെ വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്കാണ് ഇറാന്റെ വീഥികളിൽ അനുഭവപ്പെടുന്നത്. അതേസമയം അമേരിക്ക യുദ്ധത്തിൽ നേരിട്ട് ഇടപെടുമോ എന്നതിൽ ഇപ്പോഴും അനിശ്ചിതത്വം തുടരുകയാണ്. മറ്റൊരു രാജ്യവുമായി യുദ്ധത്തിൽ ഏർപ്പെടണമെങ്കിൽ അമേരിക്കൻ കോൺഗ്രസിന്റെ അടക്കം അനുമതി ആവശ്യമാണ്. മാത്രമല്ല, ട്രംപിന്റെ നേഷൻ ഫസ്റ്റ് പോളിസിയിൽ വിദേശ രാജ്യങ്ങളിലെ യുദ്ധങ്ങളിലും സംഘർഷങ്ങളിലും ഏർപ്പെടുന്നതിനും ഇടപെടുന്നതിനും പരിധി നിശ്ചയിച്ചിട്ടുണ്ട്. അമേരിക്കൻ സഹായത്തോടെ മാത്രമേ ഇറാനിലെ ഭൂമിക്കടിയിലുള്ള ആണവ റിയാക്ടറുകളടക്കം തകർക്കാൻ കഴിയൂ എന്നതിനാൽ അമേരിക്കയെ ഇറാനെതിരായ യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുപ്പിക്കാനുള്ള സമ്മർദ്ദം ഇസ്രയേൽ ശക്തമാക്കുകയാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, അമൃത TV. ഇസ്രയേലുമായുള്ള സംഘർഷത്തിൽ നിരുപാധികം കീഴടങ്ങണമെന്ന അമേരിക്കയുടെ അന്ത്യശാസനം തള്ളി ഇറാൻ. പോരാട്ടം തുടങ്ങിയിട്ടേ ഉള്ളൂവെന്നും ഇറാൻ കീഴടങ്ങില്ലെന്നും പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖൊമൈനി വ്യക്തമാക്കി. ഇറാൻ ദേശീയ ടെലിവിഷനിലൂടെ രാജ്യത്തെ അഭിസംബോധന ചെയ്തുള്ള പ്രസ്താവനയിലാണ് ഖൊമൈനി ഇക്കാര്യം വ്യക്തമാക്കിയത്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സൈനിക ഇടപെടൽ ഉണ്ടായാൽ പരിഹരിക്കാൻ കഴിയാത്ത നഷ്ടം വരുത്തിവെക്കുമെന്നും ഖൊമൈനി പറഞ്ഞു. വിവേകമുള്ളവർ ഇറാനോട് ഭീഷണി സ്വരത്തിൽ സംസാരിക്കാറില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇറാനിൽ നിന്നും ഒഴിപ്പിച്ച ഇന്ത്യക്കാരുമായുള്ള ആദ്യ വിമാനം പുലർച്ചെയോടെ എത്തുമെന്ന വിവരം. അർമേനിയയുടെ തലസ്ഥാനമായ യെരേവാനിൽ നിന്നുമാണ് വിമാനം പുറപ്പെടുന്നത്. 110 ഇന്ത്യക്കാരുമായാണ് ആദ്യ വിമാനം വരുന്നത്. ജമ്മു കശ്മീർ സ്വദേശികളാണ് ഇവരിൽ കൂടുതലും. മലയാളികൾ ഇല്ലെന്നാണ് ഇതുവരെയുള്ള വിവരമെന്ന് നോർക്ക വ്യക്തമാക്കി. ടെഹ്റാനിൽ നിന്നും 12 മലയാളി വിദ്യാർത്ഥികൾ എംബസിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇവർ വരും ദിവസങ്ങളിൽ മടങ്ങിയേക്കുമെന്നാണ് സൂചന.
വാശിയേറിയ പ്രചാരണങ്ങൾക്കൊടുവിൽ നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നാളെ പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്തു. 2,34,000 വോട്ടർമാരാണ് മണ്ഡലത്തിലുള്ളത്. 263 പോളിംഗ് സ്റ്റേഷനുകളും സജ്ജമാക്കിയിട്ടുണ്ട്. കനത്ത സുരക്ഷയാണ് മണ്ഡലത്തിൽ ഉടനീളം ഒരുക്കിയിട്ടുള്ളത്. മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പോളിംഗ് സാമഗ്രികളുടെ വിതരണം നടന്നത്. റിസർവ് ഉൾപ്പെടെ 315 വോട്ടിംഗ് യന്ത്രങ്ങളും 341 വിവിപാറ്റുകളും വോട്ടെടുപ്പിനായി ഉപയോഗിക്കും. 316 പ്രിസൈഡിംഗ് ഓഫീസർമാർ, 975 പോളിംഗ് സ്റ്റാഫ്, 10 മൈക്രോ ഒബ്സർവർമാർ ഉൾപ്പെടെ 1301 പോളിംഗ് ഉദ്യോഗസ്ഥരെ തെരഞ്ഞെടുപ്പിനായി നിയോഗിച്ചിട്ടുണ്ട്. 11 പ്രശ്നബാധിത ബൂത്തുകളാണ് നിലവിലുള്ളത്. വനത്തിലുള്ള 3 ബൂത്തുകൾ ഉൾപ്പെടെ 14 ക്രിട്ടിക്കൽ ബൂത്തുകളിൽ വൻ സുരക്ഷാ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ VR വിനോദ് പറഞ്ഞു. പ്രശ്നബാധിത ബൂത്തുകളായിട്ട് നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത് 14 ബൂത്തുകളാണ്. ഇത് 7 ലൊക്കേഷനിലാണ് 14 ബൂത്തുകൾ. ഈ പ്രശ്നബാധിത ബൂത്തുകളിൽ മൈക്രോ ഒബ്സർവേഴ്സിനെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അവിടെ മൈക്രോ ഒബ്സർവേഴ്സിൽ 6 പേര് IAS ഓഫീസേഴ്സാണ്. പുതിയ ബാച്ചിലെ IAS പ്രൊബേഷനേഴ്സാണ്. ഒരാൾ മറ്റൊരു ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ അത് പ്രത്യേക ക്രമീകരണങ്ങളുണ്ട്. ആകെ 2,32,381 വോട്ടർമാരാണ് മണ്ഡലത്തിലുള്ളത്. 7,787 പേർ പുതിയ വോട്ടർമാരാണ്. ഉപതെരഞ്ഞെടുപ്പിനായി 59 പുതിയ പോളിംഗ് സ്റ്റേഷനുകൾ ഉൾപ്പെടെ ആകെ 263 പോളിംഗ് സ്റ്റേഷനുകളാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. ആദിവാസി മേഖലകൾ ഉൾപ്പെടുന്ന വനത്തിനുള്ളിൽ 3 ബൂത്തുകളാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. പ്രശ്നബാധിത ബൂത്തുകളിലെ വോട്ടെടുപ്പ് വെബ്കാസ്റ്റിംഗ് സംവിധാനത്തിലാണ് നടക്കുന്നത്. 1,250 പോലീസ് ഉദ്യോഗസ്ഥരാണ് സുരക്ഷയ്ക്കായി ഉള്ളത്. ഒരു കമ്പനി CASFന്റെ സേനയും നിലമ്പൂരിലുണ്ട്. പോളിംഗ് സാമഗ്രികളുടെ വിതരണം പൂർത്തിയായിരിക്കുന്നു. ഇനി ഉദ്യോഗത്തിന്റെ നിമിഷങ്ങളാണ്. നിലമ്പൂർ എങ്ങനെ ചിന്തിക്കുന്നു എന്നറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. കനത്ത സുരക്ഷയാണ് ഓരോ പോളിംഗ് സ്റ്റേഷനിലും ഒരുക്കിയിട്ടുള്ളത്. ക്യാമറമാൻ മനോജ് പേരാമ്പ്രയ്ക്കൊപ്പം KK പ്രശാന്ത്, അമൃത ന്യൂസ്. നിലമ്പൂരിലെ സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരും വോട്ടുറപ്പിക്കാനുള്ള അവസാനവട്ട ഓട്ടത്തിലാണ്. നിശബ്ദ പ്രചാരണ ദിനത്തിൽ പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടുറപ്പിക്കാൻ ശ്രമിക്കുകയാണ് സ്ഥാനാർത്ഥികളെല്ലാം. മുണ്ടേരി ഫാമിൽ നിന്നാണ് UDF സ്ഥാനാർത്ഥി ആര്യടൻ ഷൗക്കത്ത് നിശബ്ദ പ്രചാരണം ആരംഭിച്ചത്. ശേഷം അപ്പൻകാപ്പ് ഉന്നതി, അമ്പിട്ടാൻപൊട്ടി ഉന്നതി തുടങ്ങിയ ആദിവാസി മേഖലകളിലും കോടതിയിലുമെല്ലാം അദ്ദേഹം സന്ദർശനം നടത്തി. പരമാവധി ആളുകളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ UDFന് കഴിഞ്ഞിട്ടുണ്ടെന്നും വിജയം ഉറപ്പാണെന്നും അദ്ദേഹം പ്രതികരിച്ചു. പരമാവധി ആളുകളെ നേരിട്ട് കാണാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഒരു വലിയ സൂചന നിലമ്പൂർ തീരുമാനിച്ചതുപോലെയാണ് തോന്നുന്നത്. എന്തായാലും ഒരു സംശയം വേണ്ട, ഒരു ചരിത്ര ഭൂരിപക്ഷത്തിന് നിലമ്പൂരിൽ വിജയിക്കാനാവും. നിലമ്പൂർ ടൗണിൽ നിന്നാണ് LDF സ്ഥാനാർത്ഥി M സ്വരാജ് നിശബ്ദ പ്രചാരണം തുടങ്ങിയത്. പ്രചാരണത്തിന്റെ തുടക്കം മുതൽ തന്നെ വിവാദങ്ങളിൽ നിന്നും അകന്നുനിന്ന M സ്വരാജ് LDF പ്രചാരണത്തിൽ മുന്നോട്ട് വെച്ചത് ജനകീയ പ്രശ്നങ്ങളാണെന്ന് പ്രതികരിച്ചു. തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ മാത്രം ഏതെങ്കിലും മതനേതാക്കളെ പോയി കാണുന്നതിൽ അർത്ഥമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പിന്നെ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് മാത്രം ഏതെങ്കിലും ഒരു സാമുദായിക നേതാവിനെ പോയി കാണുക എന്ന് പറയുന്നത് അദ്ദേഹത്തെ തന്നെ വില കുറച്ച് കാണുന്ന പോലെയാണ്. ഇലക്ഷൻ വരുമ്പോൾ മാത്രം പോയി കാണുന്ന ഒരാൾ ഇപ്പോൾ നിരന്തരം കാണുകയോ സൗഹൃദം ഉണ്ടാവുകയോ ചെയ്യുന്നതിലൊന്നും ഒരു ദശകവുമില്ല. NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജും വലിയ പ്രതീക്ഷയിലാണ്. രാവിലെ 8 മണിയോടെ ചന്തക്കുന്നിലെ തെരഞ്ഞെടുപ്പ് ഓഫീസിൽ നിന്നുമാണ് നിശബ്ദ പ്രചാരണം ആരംഭിച്ചത്. തന്നെ ദുർബലനെന്ന് വിളിക്കുന്നവർക്ക് ഒരു നേതാവും വരുമ്പോൾ രാജകുമാരനായിരുന്നില്ലെന്നും തനിക്ക് യാതൊരു ദൗർബല്യവും താൻ കാണുന്നില്ലെന്നും അദ്ദേഹം മറുപടി നൽകി. എന്ത് ദൗർബല്യത, എനിക്ക് യാതൊരു ദൗർബല്യം ഞാൻ കാണുന്നില്ല. പിന്നെ ആളുകൾക്ക് എന്തും പറയാമല്ലോ, ജയിക്കാൻ വേണ്ടി പറയാമല്ലോ. ഈ നേതാവായി വന്നവരാരും രാജകുമാരന്മാരായിട്ട് ജനിച്ചവരൊന്നുമല്ലോ. എനിക്കറിയാം ഈ നേതാക്കന്മാരെയൊക്കെ. ഞാൻ തിരുവനന്തപുരത്ത് ലോ അക്കാഡമി പഠിച്ച, എൻ്റെ ജൂനിയേഴ്സും സീനിയേഴ്സായിട്ട് പഠിച്ച ഇവിടുത്തെ വലിയ നേതാക്കന്മാരല്ല. അവരാരും വന്നപ്പോൾ വലിയ ആൾക്കാരായിട്ട് വന്നാൽ ഞാൻ കണ്ടിട്ടില്ല. വോട്ടെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴും പ്രചാരണത്തിനേക്കാൾ PV അൻവർ മുൻതൂക്കം നൽകുന്നത് ഇരു മുന്നണികളിലെയും നേതാക്കന്മാർക്ക് നേരെയുള്ള വിമർശനങ്ങൾക്ക് തന്നെയാണ്. മണ്ഡലം മുഴുവൻ പ്രചാരണത്തിനിറങ്ങിയില്ലേലും 75,000 വോട്ട് കിട്ടുമെന്ന ആത്മവിശ്വാസം അൻവറിനുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് മനുഷ്യത്വ വിരുദ്ധരായ, ജനവിരുദ്ധരായ 3 സ്ഥാനാർത്ഥികളും ആ സ്ഥാനാർത്ഥികൾക്കെതിരെയുള്ള പോരാട്ടമായിരിക്കും. വിവാദങ്ങൾ കൊണ്ട് നിറഞ്ഞതായിരുന്നു നിലമ്പൂരിലെ തിരഞ്ഞെടുപ്പ് പ്രചാരണം. ജനകീയ വിഷയങ്ങളെക്കാൾ അവിടെ ചർച്ചയായതും രാഷ്ട്രീയ വിവാദങ്ങൾ തന്നെയാണ്. ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന നിലമ്പൂരിലെ ജനങ്ങൾ വിധി എഴുതാൻ നാളെ ബൂത്തിലെത്തും. അമൃത ന്യൂസ്, മലപ്പുറം. അടിയന്തരാവസ്ഥ കാലത്ത് RSSുമായി ചേർന്നിട്ടുണ്ട് എന്ന MV ഗോവിന്ദന്റെ പ്രസ്താവനയെ വോട്ടെടുപ്പിന്റെ തലേന്ന് രാഷ്ട്രീയ ആയുധമാക്കി UDF. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപുള്ള ഓർമ്മപ്പെടുത്തൽ അത്ര നിഷ്കളങ്കമല്ലെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. RSSുമായി CPMന് ഒരു കാലത്തും സഖ്യമുണ്ടായിട്ടില്ലെന്നും ഇനി ഉണ്ടാകുകയില്ലെന്നുമെന്ന വിശദീകരണവുമായി MV ഗോവിന്ദൻ രംഗത്ത് വന്നു. അടിയന്തരാവസ്ഥ കാലത്ത് അർത്ഥഫാസിസത്തെ നേരിടാൻ RSSുമായി കൂട്ടുകൂടിയിരുന്നു എന്ന CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രസ്താവനയാണ് വിവാദമായത്. ചാനൽ അഭിമുഖത്തിൽ വന്ന പ്രസ്താവന നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം ചൂടേറിയ രാഷ്ട്രീയ വാക്പോരിനാണ് തുടക്കമിട്ടത്.
എന്നാൽ UDF ആകട്ടെ സംസ്ഥാന സെക്രട്ടറിയുടെ വാക്കുകൾ CPM-നെതിരെ കൃത്യമായി രാഷ്ട്രീയ ആയുധമാക്കുകയാണ്. വർഷങ്ങൾക്ക് മുമ്പുണ്ടായ കൂട്ടുകെട്ടിനെ കുറിച്ച് വോട്ടെടുപ്പിന്റെ തലേദിവസം പറഞ്ഞത് ബോധപൂർവമാണെന്നും ഈ ഓർമ്മപ്പെടുത്തൽ അത്ര നിഷ്കളങ്കമായി കാണാനാകില്ലെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. നമ്മൾ വേർപിരിഞ്ഞെങ്കിലും ഇടയ്ക്ക് വേർപിരിഞ്ഞെങ്കിലും പണ്ട് നമ്മൾ വലിയ കൂട്ടുകാരായിരുന്നു, നമ്മൾ ഒരുമിച്ചായിരുന്നു എന്ന ഒരു പ്രണയിനിയുടെ പ്രണയാർദ്രമായ അപേക്ഷ പോലെ ഇപ്പോൾ സഹായിക്കണം എന്നുള്ളൊരു അപേക്ഷയാണ്. പ്രസ്താവന വിവാദമായതോടെ വിശദീകരണവുമായി MV ഗോവിന്ദൻ രംഗത്ത് വന്നു. RSS-മായി CPM-ന് ഒരു കാലത്തും കൂട്ടുകെട്ടുണ്ടായിട്ടില്ല എന്നും ഇനി ഉണ്ടാകില്ല എന്നും സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കി. RSS-വുമായിട്ട് ഒരു ബന്ധവും രാഷ്ട്രീയമായിട്ട് CPM-നില്ല. അന്നുമില്ല, ഇന്നുമില്ല, ഇനി നാളെയില്ല. അന്നുമില്ല, ഇന്നുമില്ല, നാളെയില്ല. ഒരു കാര്യവും അതിൻ്റെ അകത്ത് വിവാദം ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഇപ്പോഴുമില്ല, അന്നുമില്ല, ഇനിയും ഉണ്ടാവില്ല. നിലമ്പൂരിൽ MV ഗോവിന്ദനിലൂടെ വീണ് കിട്ടിയ ആയുധം പ്രസ്താവന യുദ്ധത്തിലേക്ക് വഴിമാറി. RSS-ന്റെ വോട്ട് നിലമ്പൂരിൽ ലഭിക്കാൻ വേണ്ടിയുള്ള ഒരു കള്ളക്കളിയാണ് MV ഗോവിന്ദൻ മാസ്റ്റർ നടത്തിയത്. ഈ പറയുന്ന ഹിന്ദുത്വ തീവ്രവാദവുമായി CPM ലീഡർഷിപ്പ് അടുക്കുന്നതിൻ്റെ ഒരുപാട് തെളിവുകൾ നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുള്ളതാണ്. തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് BJP-യുമായി അവിടെ ഒരു കൂട്ട് കച്ചവടം നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതേസമയം അപകടം മുൻകൂട്ടി കണ്ട CPM സ്ഥാനാർത്ഥി M സ്വരാജ് സംസ്ഥാന സെക്രട്ടറിയുടെ പ്രസ്താവനയിൽ വ്യക്തത വരുത്തി. ജനതാ പാർട്ടിയുമായി ഞങ്ങൾ സഹകരിച്ചിട്ടുണ്ട്. അത് ഭാരതീയ ജനതാ പാർട്ടി അല്ല, അല്ലെങ്കിൽ RSS അല്ല. RSS-വുമായി ഒരു തരത്തിലുമുള്ള നീക്കുപോക്കോ ബന്ധമോ ചരിത്രത്തിൽ എവിടെയും CPIM-നില്ല, ഇടതുപക്ഷത്തിനുമില്ല. എന്നാൽ 50 വർഷം മുമ്പുള്ള കാര്യങ്ങളല്ല ഇപ്പോൾ ചർച്ച ചെയ്യേണ്ടതെന്ന മറുപടിയാണ് CPI സംസ്ഥാന സെക്രട്ടറി നൽകുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഉപതെരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ നിലമ്പൂരിലെ ഇപ്പോഴത്തെ ചർച്ചാ വിഷയം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ RSS പരാമർശമാണ്. മറ്റു മുന്നണികളും PV അൻവറും MV ഗോവിന്ദന്റെ വാക്കുകൾ പ്രചാരണ ആയുധമാക്കിയിരിക്കുകയാണ്. അതേസമയം RSS-മായി ഒരു തരത്തിലുള്ള നീക്കുപോക്കോ ബന്ധമോ ചരിത്രത്തിൽ എവിടെയും CPM-നോ ഇടതുപക്ഷത്തിനോ ഉണ്ടായിട്ടില്ലെന്ന് LDF സ്ഥാനാർത്ഥി M സ്വരാജ് പ്രതികരിച്ചു. CPM അടിയന്തരാവസ്ഥക്കാലത്ത് RSS-വുമായി സഹകരിച്ചിട്ടുണ്ടെന്നായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പരാമർശം. MV ഗോവിന്ദൻ പറഞ്ഞതിൽ നിന്നും മലക്കം മറിഞ്ഞെങ്കിലും UDF, NDA മുന്നണികളും സ്വതന്ത്ര സ്ഥാനാർത്ഥി PV അൻവറുമെല്ലാം നിലമ്പൂരിൽ ആയുധമാക്കുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകളാണ്. MV ഗോവിന്ദൻ ഇടനിലക്കാരനാണെന്നാണ് PV അൻവർ പ്രതികരിച്ചത്. അദ്ദേഹം RSS വോട്ട് ലക്ഷ്യം വെച്ച് മനഃപൂർവ്വമാണ് പ്രസ്താവന നടത്തിയത്. MV ഗോവിന്ദൻ പറഞ്ഞതിനെ ലളിതവൽക്കരിച്ച ആര്യാടൻ ഷൗക്കത്ത് പിണറായിയുടെ ഒളിഞ്ഞ വക്താവാണ്. CPM പണം കൊടുത്ത് നിലമ്പൂരിൽ വോട്ട് വാങ്ങുന്നുവെന്നും അൻവർ പറഞ്ഞു. ഈ രണ്ട് വാക്ക് പറഞ്ഞിട്ട് കുറച്ച് RSS-ന്റെ വോട്ട് പിടിക്കാൻ കഴിയുമെന്നാ? RSS-ന്റെ ഒരു വോട്ടോടെ പിടിക്കാൻ കഴിയുന്നില്ല. ഇത് നിലമ്പൂരാണ്. ഗോവിന്ദൻ മാഷ് പറഞ്ഞതിനെ അക്നോളജ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ UDF-ന്റെ സ്ഥാനാർത്ഥി ശ്രീ ആര്യാടൻ ഷൗക്കത്ത്. അദ്ദേഹം അതിനെ വളരെ ലൈറ്റാക്കി എടുത്തത് വളരെ വിദഗ്ധമായി. നമ്മളീ പറയുന്ന, ഞാനീ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പിണറായിസത്തിൻ്റെ ഒളിഞ്ഞ വക്താവാണ്. ജനസംഘവുമായി മുൻപ് പരസ്യമായി സഖ്യമുണ്ടാക്കിയിട്ടാണ് CPM കോൺഗ്രസിനെ താഴെ ഇറക്കിയിരുന്നതെന്ന് നിലമ്പൂരിലെ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തും വിമർശനമുന്നയിച്ചു. ഇനിയും അത്തരം സഖ്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതകളുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ RSS-വുമായി ഒരു തരത്തിലുള്ള നീക്കുപോക്കോ ബന്ധമോ ചരിത്രത്തിൽ എവിടെയും CPM-നോ ഇടതുപക്ഷത്തിനോ ഉണ്ടായിട്ടില്ലെന്നും അടിയന്തരാവസ്ഥക്കാലത്ത് സഹകരിച്ചത് അന്നത്തെ ജനതാ പാർട്ടിയുമായി ആണെന്നും നിലമ്പൂർ LDF സ്ഥാനാർത്ഥി M സ്വരാജ് പ്രതികരിച്ചു. അന്നത്തെ ജനതാ പാർട്ടിക്ക് RSS-വുമായി ബന്ധമുണ്ടായിരുന്നില്ല. MV ഗോവിന്ദൻ ഏതു സാഹചര്യത്തിലാണ് അത്തരം ഒരു പ്രതികരണം നടത്തിയതെന്ന് അറിയില്ലെന്നും സ്വരാജ് കൂട്ടിച്ചേർത്തു. RSS-വുമായി ഒരു തരത്തിലുമുള്ള നീക്കുപോക്കോ ബന്ധമോ ചരിത്രത്തിൽ എവിടെയും CPIM-നില്ല, ഇടതുപക്ഷത്തിനുമില്ല. സഹകരിച്ച ജനതാ പാർട്ടിയുമായാണ്. അത് ഇന്ത്യയിലെ എല്ലാ ജനാധിപത്യ ശക്തികളും കൂടി യോജിച്ച ഒരു സംവിധാനമായിരുന്നു. നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ പുതിയ രാഷ്ട്രീയ വിവാദം LDF-ന് കോട്ടമുണ്ടാക്കുമോ എന്നാണ് അറിയാനുള്ളത്. അമൃത ന്യൂസ്, നിലമ്പൂർ. ഷൗക്കത്ത് പിണറായിയുടെ ഒളിഞ്ഞ വക്താവാണെന്ന PV അൻവറിന്റെ പ്രതികരണത്തിന് മറുപടിയില്ലെന്ന ആര്യാടൻ ഷൗക്കത്ത്. വ്യക്തിപരമായുള്ള പ്രതികരണത്തിനില്ല. നിലമ്പൂരിൽ UDF വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നും അദ്ദേഹം അമൃത ന്യൂസിനോട് പറഞ്ഞു. ഇല്ല, ഞാൻ അത്തരം വ്യക്തിപരമായ പരാമർശങ്ങൾക്ക് ഞാനിതുവരെ ഒന്നും അദ്ദേഹം പലതും പറഞ്ഞിട്ടുണ്ട്. കാരണം വ്യക്തിപരമായ പരാമർശങ്ങൾക്കൊന്നും ഞാനില്ല എന്നെ സംബന്ധിച്ചിടത്തോളം.
നിലമ്പൂരിൽ ഇടതു വലതു മുന്നണികൾക്ക് ആശങ്കയെന്ന BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ്. ജമാഅത്തെ ഇസ്ലാമി PDP ബന്ധത്തിൽ കോൺഗ്രസ് CPM പാർട്ടികൾക്ക് ഹിന്ദു ക്രൈസ്തവ വിഭാഗങ്ങൾക്കിടയിൽ ആശങ്കയുണ്ട്. ജമാഅത്തെ ഇസ്ലാമിക്ക് മാറ്റമില്ല, കോൺഗ്രസ് ആണ് മാറിയതെന്നും കൃഷ്ണദാസ് പറഞ്ഞു. തീവ്രവാദ സംഘടനകളുമായി CPM-ഉമായുള്ള അവിഹിത ബന്ധം മറച്ചുവെക്കാനാണ് VD സതീശൻ BJPക്ക് നേരെ പ്രണയബന്ധം ആരോപിക്കുന്നതെന്നും PK കൃഷ്ണദാസ് പറഞ്ഞു. ഇപ്പോൾ കോൺഗ്രസിന് തീവ്രവാദ സംഘടനയായ ജമാഅത്ത് ഇസ്ലാമിയുമായുള്ള ബന്ധം അത് കോൺഗ്രസിനകത്തുള്ള ഹിന്ദു ക്രൈസ്തവ പ്രവർത്തകരെ അനുഭാവികളെ ആശയക്കുഴപ്പത്തിലാക്കിയിട്ടുണ്ട്. കോൺഗ്രസിനകത്തുള്ള ഹിന്ദു ക്രൈസ്തവ അനുയായികളെ അനുഭാവികളെ പ്രവർത്തകരെ ബോധ്യപ്പെടുത്താൻ കഴിയുന്നില്ല. ഇതേപോലെ തന്നെ മാർക്സിസ്റ്റ് പാർട്ടി മറ്റൊരു തീവ്രവാദ സംഘടനയായിട്ടുള്ള PDP-യുമായിട്ടുള്ള നിലമ്പൂരിലെ ബാന്ധവം, അതോടൊപ്പം തന്നെ ഇതേ ജമാഅത്ത് ഇസ്ലാമിയുമായിട്ട് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാർക്സിസ്റ്റ് പാർട്ടി ഉണ്ടാക്കിയ സഖ്യം, ഇതെല്ലാം പുറത്തു വന്നിരിക്കുകയാണ്. കോൺഗ്രസിന് അവിഹിത ബന്ധമുള്ളത്. പ്രണയത്തിന് തെറ്റൊന്നുമില്ല, അവിഹിത ബന്ധം, അത് തീവ്രവാദ സംഘടനകളുമായ അവിഹിത ബന്ധം, കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും തമ്മിൽ അവിഹിത ബന്ധം, മാർക്സിസ്റ്റ് പാർട്ടിക്ക് തീവ്രവാദ സംഘടനകളുമായി ബന്ധം. മിൽമയുടെ ഡിസൈൻ അനുകരിച്ചതിന് സ്വകാര്യ ഡയറിക്ക് 1 കോടി രൂപ പിഴ ചുമത്തി കോടതി. മിൽന എന്ന സ്വകാര്യ ഡയറിക്കെതിരെയാണ് നടപടി. തിരുവനന്തപുരം പ്രിൻസിപ്പൽ കൊമേഴ്ഷ്യൽ കോടതിയാണ് പിഴ ചുമത്തിയത്. മിൽമയുടെ പേരും രൂപകൽപ്പനയും ഏറെക്കുറെ അതേ രീതിയിൽ തന്നെയാണ് മിൽന എന്ന സ്വകാര്യ ഡയറി സ്ഥാപനം ഉപയോഗിച്ചിരുന്നത്. ഇതേ തുടർന്ന് മിൽമ അധികൃതർ നടത്തിയ നിയമപോരാട്ടമാണ് ഫലം കണ്ടിരിക്കുന്നത്. മിൽമയുടെ ഡിസൈൻ ദുരുപയോഗം ചെയ്യുകയും വ്യാപാര നിയമങ്ങൾ ലംഘിക്കുകയും ചെയ്തതായി കോടതി കണ്ടെത്തി. തിരുവനന്തപുരം പ്രിൻസിപ്പൽ കൊമേഴ്സ്യൽ കോടതിയാണ് മിൽന എന്ന സ്വകാര്യ സ്ഥാപനത്തിന് 1 കോടി രൂപ പിഴ ചുമത്തിയത്. 6% പിഴ പലിശയും നൽകണം. 8,18,410 രൂപ കോടതി ഫീസ് ഇനത്തിലും സ്ഥാപനം നൽകണം. മിൽമയുടേതിന് സമാനമായ ഡിസൈനോ പാക്കിങ്ങോ ഉപയോഗിച്ച് പാലും പാലുൽപ്പന്നങ്ങളും വിൽക്കുന്നതിൽ നിന്ന് കോടതി മിൽന കമ്പനിയെ വിലക്കി. ബ്രാൻഡ് ഇമേജിനെ അപകീർത്തിപ്പെടുത്തി ഉപഭോക്താക്കളെ വഞ്ചിക്കുന്ന പ്രവൃത്തിയാണ് സ്വകാര്യ ഡയറി സ്ഥാപനം ചെയ്തതെന്ന് മിൽമ അധികൃതർ പറഞ്ഞു. മിൽമയ്ക്ക് അനുകൂലമായ കോടതി വിധിയിൽ സന്തോഷമെന്നും അധികൃതർ പ്രതികരിച്ചു. ഉപഭോക്താക്കളെ തെറ്റിദ്ധരിപ്പിക്കുന്ന നടപടി ആര് സ്വീകരിച്ചാലും കർശന നിയമ നടപടി ഉണ്ടാകുമെന്നും മിൽമ ചെയർമാൻ അറിയിച്ചു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. പെട്രോൾ പമ്പിലെ ശുചിമുറികളെ സംബന്ധിച്ച് നിർണായക ഉത്തരവുമായി കേരള ഹൈക്കോടതി. സ്വകാര്യ പെട്രോൾ പമ്പിലെ ശുചിമുറി പൊതുജനങ്ങൾക്കുള്ളതല്ലെന്ന ഹൈക്കോടതി ഉത്തരവ് ഉപഭോക്താക്കൾക്ക് ഉപയോഗിക്കാമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. കേരള തീരത്തെ MSC എൽസ 3 കപ്പൽ അപകടത്തിൽ നടപടിയുമായി ഹൈക്കോടതി. വിഴിഞ്ഞത്ത് നങ്കൂരമിട്ട MSCയുടെ പോളോ 2 കപ്പൽ കൂടി അറസ്റ്റ് ചെയ്യാൻ കോടതി ഉത്തരവിട്ടു. ചരക്കുടമയുടെ ഹർജിയിൽ 74 ലക്ഷം രൂപ കെട്ടിവെക്കണമെന്നും ഇടക്കാല ഉത്തരവിൽ പറയുന്നു. എൽസ 3 കപ്പൽ അപകടത്തിൽ നഷ്ടം സംഭവിച്ച കശുവണ്ടി വ്യവസായിയാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. 74 ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചുവെന്നും കപ്പൽ കമ്പനി വീഴ്ച വരുത്തിയെന്നുമാണ് പരാതിയിൽ. ഇതേ തുടർന്നാണ് 74 ലക്ഷം രൂപയുടെ DD ഹാജരാക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചത്. നേരത്തെയും സമാനമായ ഒരു കപ്പൽ ഹൈക്കോടതി അറസ്റ്റ് ചെയ്തിരുന്നു. MSC മാൻസ F എന്ന കപ്പലിനെതിരെയായിരുന്നു കോടതിയുടെ നടപടി. വാൻഹായ് കപ്പൽ തീപിടിച്ച സംഭവത്തിൽ കേസിന്റെ തുടർ നടപടികൾ പുരോഗമിക്കുകയാണെന്ന് കോസ്റ്റൽ AIG പദം സിംഗ്. മംഗലാപുരത്ത് പോയി കപ്പൽ ജീവനക്കാരുടെ മൊഴിയെടുക്കും. പരാതിക്കാരന്റെ മൊഴി കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയെന്നും AIG വ്യക്തമാക്കി. അതെ, ആസ് പെർ അവർ ഇൻഫോർമേഷൻ ഇവർ അവിടെ മംഗലപുരത്ത് തന്നെ കുറച്ച് ക്രൂ ആണ് അവിടെ MMDയുടെ ഇൻവെസ്റ്റിഗേഷൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അവിടെ പോയിട്ട് കുറച്ച് മൊഴി എടുക്കാം. ഫസ്റ്റ് കേസിൻ്റെ ഓൾറെഡി ഇൻവെസ്റ്റിഗേഷൻ MMD DG ഷിപ്പിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് അറിയാം ഇവർ എവിടെയാണ്. സോ നമ്മൾ ഓൾറെഡി സ്റ്റേറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അവർ ഇവിടെ ഇന്ത്യയിൽ തന്നെ ഉണ്ട്. മൊഴി എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് പ്രൊസീജിയർ going on. If something else is found out, we can take the another mori. അത് ഇത് പ്രൊസീജിയറാണ്. നമ്മുടെ ക്രൂവിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ബാക്കിയുള്ള ഏജൻസികളുടെ ഇൻവോൾവ് ആയിട്ടുള്ള ഓഫീസർമാരുടെ റെസ്ക്യൂ ഓപ്പറേഷനിൽ ബന്ധപ്പെട്ട ഓഫീസർമാരുടെ എല്ലാവരുടെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കും. ആശാപ്രവർത്തകരുടെ സമരയാത്ര മഹാറാലിയോടെ തിരുവനന്തപുരത്ത് ഇന്ന് സമാപിച്ചു. ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരുമ്പോൾ ആശമാർക്ക് ആദ്യത്തെ ക്യാബിനറ്റിൽ ഓണറേറിയം വർദ്ധിപ്പിച്ച് ഉത്തരവിറക്കുമെന്ന് സമരയാത്ര ഉദ്ഘാടനം ചെയ്ത് VD സതീശൻ വ്യക്തമാക്കി. ആശാപ്രവർത്തകർക്ക് നിർബന്ധിത പരിശീലനം പ്രഖ്യാപിച്ചിരിക്കുകയാണ് സർക്കാർ.
കോഴിക്കോട് വയനാട് നിർദ്ദിഷ്ട 4-വരി തുരങ്കപാതയ്ക്ക് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ പാരിസ്ഥിതികാനുമതി ലഭിച്ചു. ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ പ്രവൃത്തി വ്യവസ്ഥകൾ പാലിച്ച് നടപ്പിലാക്കാൻ വിദഗ്ധ സമിതി ശുപാർശ ചെയ്തിരുന്നു. പ്രകൃതിക്ക് ദോഷമില്ലാത്ത രീതിയിൽ പദ്ധതി പൂർത്തീകരിക്കണമെന്ന കർശന ഉപാധികളോടെയാണ് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം പാരിസ്ഥിതികാനുമതി നൽകിയത്. ആനക്കാംപൊയിൽ കള്ളാടി നിർദ്ദിഷ്ട തുരങ്കപാതയ്ക്ക് 2134 കോടി രൂപയാണ് നിർമ്മാണ ചെലവ്. പാരിസ്ഥിതിക അനുമതി ലഭിച്ചെങ്കിലും പദ്ധതി നടപ്പാക്കുന്നതിന് സർക്കാരിന് മുമ്പിൽ വെല്ലുവിളികളേറെയാണ്. ഒന്നാമതായി കേന്ദ്ര സഹായമുണ്ടെങ്കിൽ മാത്രമേ ഇത്രയും വലിയ ചെലവിൽ പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ കഴിയുകയുള്ളൂ. രണ്ടാമതായി പാരിസ്ഥിതിക പ്രശ്നങ്ങൾ പല കാര്യങ്ങളിലും വിലങ്ങുതടിയാവും. പരിസ്ഥിതി ലോല പ്രദേശമായതിനാൽ വിശദമായ പഠനത്തിന് ശേഷമേ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കാൻ കഴിയുകയുള്ളൂ. പ്രകൃതിക്ക് ദോഷകരമല്ലാത്ത രീതിയിലെ തുരങ്കപാത നിർമ്മിക്കാവൂവെന്ന് കർശന ഉപാധികളോടെയാണ് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം പാരിസ്ഥിതിക അനുമതി നൽകിയത്. മെയ് 14-15 തീയതികളിൽ ചേർന്ന കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ യോഗത്തിൽ നമുക്ക് അന്തിമാനുമതി നൽകുന്നതിനുള്ള ശുപാർശകൾ നേരത്തെ നൽകിയിരുന്നു. അതിന്റെ ഭാഗമായിട്ടുള്ള അന്തിമമായ ഉത്തരവ് എൻവയോൺമെന്റൽ ക്ലിയറൻസ് EC നമുക്ക് ലഭ്യമായിരിക്കുകയാണ്. മുത്തപ്പൻപുഴ മുതൽ കള്ളാടി പാലം വരെ മല തുരന്നാണ് തുരങ്കപാത നിർമ്മിക്കേണ്ടത്. ഉരുൾപൊട്ടലുണ്ടായ പുത്തുമല ചൂരൽമല പ്രദേശത്തിനടുത്താണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന മലവാരം. അതുകൊണ്ട് തന്നെ മഴക്കാടുകളായ അർദ്ധനിത്യഹരിത വനങ്ങളെയും പാറക്കെട്ടുകളെയും ഒന്നും തകർക്കാതെയാവണം നിർമ്മാണം പൂർത്തീകരിക്കേണ്ടതെന്ന വെല്ലുവിളിയും സംസ്ഥാന സർക്കാരിന് മുമ്പിലുണ്ട്. അമൃത ന്യൂസ്, കോഴിക്കോട്. കൈക്കൂലി കേസ് പ്രതിയായ ED ഉദ്യോഗസ്ഥന്റെ സ്ഥലം മാറ്റം കേസന്വേഷണത്തെ ബാധിക്കില്ലെന്ന് എറണാകുളം വിജിലൻസ് SP S ശശിധരൻ. വിശദമായ അന്വേഷണം നടന്നുവരികയാണ്. 50,000-ഓളം വോയിസ് ചാറ്റുകൾ പരിശോധിച്ചു. 3 ലക്ഷത്തോളം ഡാറ്റ ഇനിയും പരിശോധിക്കാനുണ്ട്. ശേഖർ കുമാറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർത്ത് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകുമെന്നും SP വ്യക്തമാക്കി. ഇല്ല, ഒരിക്കലും ബാധിക്കില്ല. കാരണം ബഹുമാനപ്പെട്ട ഹൈക്കോടതി കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അന്വേഷണത്തോട് സഹകരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ട്രാൻസ്ഫർ നമുക്കൊരു പ്രശ്നമായി വരില്ല. ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഇത് നമ്മൾ കുറച്ചായില്ല അന്വേഷണം തുടങ്ങിയിട്ട്. അപ്പോൾ നമ്മുടെ അന്വേഷണം നമുക്ക് കുറച്ച് കൂടുതൽ അന്വേഷിക്കാനുണ്ട്. ഇപ്പോൾ 50,000-ഓളം വോയിസ് ചാറ്റ്സും മറ്റു കാര്യങ്ങളുണ്ടായിരുന്നു. അതെല്ലാം നമ്മൾ ഏകദേശം വെരിഫൈ ചെയ്ത് ഏകദേശം എത്തിയിരിക്കുകയാണ്. ഇനി കുറച്ച് 3 ലക്ഷത്തിൽ പരം മറ്റ് ഡാറ്റ ഉണ്ട് നമുക്ക്. നമ്മുടെ പരിശോധന തുറന്നു വരികയാണ്. അപ്പോൾ അതാണ് നമ്മൾ എടുക്കുന്ന സമയം. തീർച്ചയായിട്ടും യാതൊരു സംശയം ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇപ്പോൾ 2 ആഴ്ച നമുക്ക് നീട്ടി തന്നിട്ടുണ്ട്. വിത്തിൻ ദാറ്റ് ടൈം നമുക്കത് പൂർത്തീകരിക്കാൻ പറ്റുന്ന പ്രതീക്ഷയും. കോൾ റെക്കോർഡ്സ് മുഴുവൻ കഴിഞ്ഞു എന്ന് പറയാൻ കഴിയില്ല. നമ്മൾ നോർമൽ കോൾസിൻ്റെ എല്ലാം ഏകദേശമായി വരുന്നു. പക്ഷേ ഇത് ശരിക്കും ഒരു വോളമിനസ് ആണ്, ശരിക്കും അന്വേഷിക്കാനുണ്ട്. അപ്പോൾ അത് ആ ഭാഗമെല്ലാം കവർ ചെയ്ത് വരുന്നേ ഉള്ളൂ. കോഴിക്കോട് വാടക വീട് കേന്ദ്രീകരിച്ച് ലഹരി വിൽപ്പന നടത്തുന്ന യുവാവ് പിടിയിൽ. പോലീസിനെ കണ്ട് ഓടി രക്ഷപ്പെട്ട ലഹരി വിൽപ്പനക്കാരൻ ദിൽഷാദിനെ അഗളിയിൽ നിന്നുമാണ് കോഴിക്കോട് സിറ്റി ഡാൻസ് സ്റ്റാഫും നല്ലം പോലീസും ചേർന്ന് പിടികൂടിയത്. പിടിയിലായ ദിൽഷാദ് 10ഓളം കേസിൽ പ്രതിയാണ്. കോഴിക്കോട് ലോഡ്ജുകളിലും വാടക വീടുകളിലും താമസിച്ച് ജില്ലയിലെ പലയിടങ്ങളിലും കാറിൽ MDMA വിൽപ്പന നടത്തുന്ന പന്തീരങ്കാവ് സ്വദേശി ദിൽഷാദ് 1 മാസത്തിലധികമായി ഡാൻസ് സ്റ്റാഫിന്റെ നിരീക്ഷണത്തിലായിരുന്നു. ഒടുമ്പ്രയിൽ വാടക വീട്ടിൽ താമസിച്ച് ലഹരി കച്ചവടം നടത്തുന്നുണ്ടെന്ന വിവരം ലഭിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം നല്ലളം പോലീസ് ദിൽഷാദിനെ തേടിയെത്തിയിരുന്നു. എന്നാൽ പോലീസിനെ കണ്ടയുടനെ യുവാവ് ഓടി രക്ഷപ്പെടുകയായിരുന്നു. ശേഷം ഡാൻസ് സ്റ്റാഫും നല്ലളം പോലീസും തിരച്ചിൽ നടത്തിയെങ്കിലും യുവാവിനെ കണ്ടെത്താനായിരുന്നില്ല. അന്ന് കാറിൽ നിന്ന് 51 ഗ്രാം MDMAയും പിടികൂടിയിരുന്നു. പിന്നീട് അഗളി പോലീസിന്റെ സഹായത്തോടെ നടത്തിയ അന്വേഷണത്തിലാണ് അഗളിയിലെ ഒളിത്താവളത്തിൽ നിന്ന് ഡാൻസ് സ്റ്റാഫും നല്ലളം പോലീസും ചേർന്ന് ദിൽഷാദിനെ പിടികൂടിയത്. ബീച്ച്, മാളുകളുടെ പരിസരം എന്നിവ കേന്ദ്രീകരിച്ച് ലഹരി വിൽപ്പന നടത്തുന്നതിൽ മുഖ്യ കണ്ണിയായിരുന്നു ദിൽഷാദ്. ഇതുകൂടാതെ ജില്ലയിലെ വിവിധ സ്റ്റേഷനുകളിൽ പിടിച്ചുപറി, അടിപിടി, പോക്സോ തുടങ്ങിയ കേസുകൾ ഇയാളുടെ പേരിലുണ്ട്. കേസിൽ അന്വേഷണം ഊർജിതമാക്കിയതായി ഡെപ്യൂട്ടി കമ്മീഷണർ അരുൺ K. പവിത്രൻ അറിയിച്ചു. അമൃത ന്യൂസ്, കോഴിക്കോട്. കോഴിക്കോട് പന്തീരങ്കാവ് ഇസാഫ് ബാങ്ക് ജീവനക്കാരിൽ നിന്നും 40 ലക്ഷം കവർന്ന കേസിലെ പ്രതി ഷിബിർ ലാലുമായി തെളിവെടുപ്പ് നടത്തി. ഇസാഫ് ബാങ്ക്, പന്തീരങ്കാവ്, അക്ഷയ ഫൈനാൻസ് എന്നിവിടങ്ങളിലാണ് തെളിവെടുപ്പ് നടത്തിയത്. പ്രതി സഞ്ചരിച്ച പാലക്കാട്, തൃശൂർ എന്നിവിടങ്ങളിലും തെളിവെടുപ്പ് നടത്തും. ചോദ്യം ചെയ്യലിൽ 1 ലക്ഷം രൂപ മാത്രമാണ് തനിക്ക് ലഭിച്ചതെന്ന് പ്രതി ഷിബിൻ ലാൽ പോലീസിനോട് പറഞ്ഞു. അതേസമയം 55,000 രൂപ പോലീസ് ഇയാളിൽ നിന്നും കണ്ടെത്തിയിരുന്നു. വടക്കൻ കേരളത്തിൽ കനത്ത മഴ തുടരുന്നു. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. കോഴിക്കോട് ജില്ലയിൽ ശക്തമായ മഴയെ തുടർന്ന് 3 പേർ മരിച്ചു. തുറന്നിട്ട ഓവുചാലിൽ വീണ് 46-കാരനായ ഷംസീർ മരിച്ചു. തലക്കുളത്തൂർ സ്വദേശിയായ നിഖിലിന്റെ 3 വയസ്സുള്ള മകൾ നക്ഷത്ര വീടിനടുത്തെ തോട്ടിൽ വീണാണ് മരിച്ചത്. വടകര ദേശീയപാതയിലെ സർവീസ് റോഡിലെ കുഴിയിൽ വീണ് സ്കൂട്ടർ യാത്രികനായ TT നാണു മരിച്ചു. കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിലെ നദികളിൽ ഓറഞ്ച് യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ ഈ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ മാറി താമസിക്കണമെന്നും നിർദ്ദേശമുണ്ട്.
കോട്ടയം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഇടവിട്ട് പെയ്യുന്ന ശക്തമായ മഴയെ തുടർന്ന് ജില്ലയുടെ പടിഞ്ഞാറൻ മേഖല ദുരിതക്കയത്തിലാണ്. കോട്ടയം നഗരസഭയുടെയും ആർപ്പൂക്കര, ഐമനം, കുമരകം, തിരുവാർപ്പ് തുടങ്ങിയ സമീപ പഞ്ചായത്തുകളുടെയും താഴ്ന്ന പ്രദേശങ്ങളിൽ ജലനിരപ്പ് ഉയരുന്നതിനെ തുടർന്ന് വീടുകളിൽ വെള്ളം കയറി തുടങ്ങി. പല കുടുംബങ്ങളും വീടുകൾ വിട്ട് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറി. ജലനിരപ്പ് ഉയരുന്നതോടെ കൂടുതൽ വീടുകളിൽ വെള്ളം കയറുന്ന സ്ഥിതിയാണ്. കോട്ടയം ജില്ലയിൽ നിലവിൽ 8 ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. 35 കുടുംബങ്ങളിലെ 112 പേരാണ് ക്യാമ്പുകളിൽ കഴിയുന്നത്. കോട്ടയം കുമരകം റോഡിൽ ഇലിക്കൽ, ചെങ്ങളം തുടങ്ങിയ ഭാഗങ്ങളിൽ വെള്ളം കയറി. എന്നാൽ നിലവിൽ യാത്രാ തടസ്സമില്ല. കാസർഗോഡ് തളങ്കരയിൽ പള്ളിക്കുളത്തിൽ കുളിക്കാനിറങ്ങിയ യുവാവ് മരിച്ചു. ബംഗളൂരു DJ ഹള്ളിയിലെ ഫൈസാനാണ് മരിച്ചത്. ഇയാളുടെ സഹോദരൻ സക്ലീനെ രക്ഷപ്പെടുത്തി. കുടുംബസമേതം മാലിക് ദിനാർ പള്ളിയിൽ സിയാറത്തിനായി എത്തിയ സമയത്തായിരുന്നു അപകടം. കോഴിക്കോട് സാധനങ്ങൾ വാങ്ങിയ ശേഷം സ്ക്രീൻഷോട്ട് കാണിച്ച് പണമടച്ചെന്ന് തെറ്റിദ്ധരിപ്പിച്ച് തട്ടിപ്പ് നടത്തുന്ന ഓട്ടോ ഡ്രൈവർ പിടിയിൽ. കുന്നുമ്മൽ വിഷ്ണു എന്ന OC വിഷ്ണുവാണ് പിടിയിലായത്. ഇലക്ട്രിക്കൽ ആൻഡ് ഹോം അപ്ലയൻസിൽ നിന്നും 2 ഫാൻ വാങ്ങി 4000 രൂപ നൽകി കബളിപ്പിച്ച കേസിലാണ് ഇയാൾ ഇപ്പോൾ അറസ്റ്റിലായത്. വിവിധ സ്റ്റേഷനുകളിൽ ഇയാൾക്കെതിരെ നിരവധി പരാതികളുണ്ട്. ഗൂഗിൾ പേയിൽ അനൗൺസ് ചെയ്യുന്ന മെഷീനില്ലാത്ത ചെറുകിട കച്ചവട സ്ഥാപനങ്ങൾ തിരഞ്ഞുപിടിച്ചാണ് ഇയാൾ തട്ടിപ്പ് നടത്തുന്നത്. പണം നഷ്ടപ്പെട്ടവർ ചെറിയ സംഖ്യകൾ ആയതിനാൽ പരാതി നൽകാൻ മടിക്കുന്നത് പ്രതിക്ക് സ്ഥിരമായി കുറ്റകൃത്യം ചെയ്യാൻ പ്രേരണയായി. അടിയന്തരാവസ്ഥ കാലത്തെ RSS ബന്ധം സംബന്ധിച്ച പരാമർശത്തിൽ MV ഗോവിന്ദനെ തള്ളി മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രസ്താവനയെക്കുറിച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തന്നെ വിശദീകരിച്ചിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഞങ്ങളിൽ ആരും RSSനെ പ്രീണിപ്പിക്കുന്ന നിലപാട് സ്വീകരിച്ചിട്ടില്ല എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഞങ്ങളിൽ ആരെങ്കിലും RSSനെ പ്രീണിപ്പിക്കുന്ന നിലപാട് ഒരു ഘട്ടത്തിലും സ്വീകരിച്ചിട്ടില്ല. ഞങ്ങൾ ഒരു കാലത്തും ഒരു ഭാഗത്ത് ഒരു വർഗീയ ശക്തിയും മറ്റൊരു ഭാഗത്ത് മറ്റൊരു വർഗീയ ശക്തിയെയും ഒന്നിച്ചു നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോയിട്ടില്ല. ഒരു വർഗീയതയെയും ഒന്നിച്ചു നിർത്താൻ ഞങ്ങൾ തയ്യാറായിട്ടില്ല. എല്ലാ വർഗീയതയോടും വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണ് ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. ഇവിടെ LDF ഈ അവസരവാദപരമായ നിലപാട് സ്വീകരിക്കുന്ന കോൺഗ്രസിന്റെയും ലീഗിന്റെയും നിലപാടുകളെ നല്ല രീതിയിൽ നേരിട്ട് പരാജയപ്പെടുത്തി മുന്നോട്ടു പോകുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുക. RSSുമായുള്ള ബന്ധത്തിന്റെ കാര്യം നോക്കിയാൽ ഞങ്ങൾക്ക് RSSുമായി യോജിപ്പിന്റേതായ ഒരു മേഖലയും ഇല്ല എന്നതാണ് വസ്തുത. രാജ്ഭവനിലെ ഭാരതാംബ ചിത്ര വിവാദത്തിൽ ഗവർണറെയും മുഖ്യമന്ത്രി രൂക്ഷമായി വിമർശിച്ചു. രാജ്ഭവനെ RSS ശാഖയുടെ നിലവാരത്തിലേക്ക് താഴ്ത്തരുതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. രാജ്ഭവനെ രാഷ്ട്രീയ പ്രചാരണത്തിന്റെ വേദിയാക്കുന്നത് ഭരണഘടനയോടുള്ള വെല്ലുവിളിയാണെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. സർക്കാരിന്റെ നിലപാടാണ് കൃഷിമന്ത്രി ഗവർണറെ അറിയിച്ചത്. അത് നമുക്ക് വ്യക്തിപരമായി ഓരോരുത്തർക്കും പല ആശയങ്ങളും പല വിശ്വാസങ്ങളും അതിന്റെ ഭാഗമായുള്ള നടപടികളും ഉണ്ടായേക്കാം. പക്ഷെ സർക്കാർ പരിപാടി എന്ന് പറയുമ്പോൾ സർക്കാർ അംഗീകരിച്ചിട്ടുള്ള പൊതു ബിംബങ്ങൾ മാത്രമേ അവിടെ ഉണ്ടാകാൻ പാടുള്ളൂ. അതിൽ നിന്ന് വ്യത്യസ്തമായൊരു നില വന്നതുകൊണ്ടാണ് അതിനോട് യോജിപ്പില്ല എന്ന് കൃഷിമന്ത്രി രാജ്ഭവനെ അറിയിച്ചത്. അത് പിന്നീട് ഗവർണർക്കും ബോധ്യപ്പെട്ടു എന്നാണ് തോന്നുന്നത്. കാരണം പിന്നീട് അതിലൊരു വിശദീകരണം വന്നത് ഔദ്യോഗിക പരിപാടികളിൽ ഇത്തരത്തിലുള്ള ഒരു ചിഹ്നവും വെക്കില്ല എന്ന് തന്നെ അറിയിക്കുന്ന നില രാജ്ഭവന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. ഓരോരുത്തരുടെയും താല്പര്യത്തിനനുസരിച്ചുള്ള എന്തെങ്കിലും പ്രദർശനം അവിടെ നടത്താൻ പറ്റില്ല. തൃശൂർ പുതുക്കാട് സെന്ററിലെ തട്ടുകടകളിൽ ആരോഗ്യവകുപ്പിന്റെ മിന്നൽ പരിശോധന. വൃത്തിഹീനമായ സാഹചര്യത്തിൽ ഭക്ഷണം പാകം ചെയ്തതും പഴകിയ ഭക്ഷണം കണ്ടെത്തിയതുമായ 2 കടകൾ അടയ്ക്കാൻ നിർദ്ദേശം നൽകി. 2 ദിവസത്തിനുള്ളിൽ മറ്റുള്ള തട്ടുകടകൾ വൃത്തിയാക്കിയ ശേഷം ആരോഗ്യവകുപ്പിനെ അറിയിക്കാനും ഉദ്യോഗസ്ഥർ നിർദ്ദേശിച്ചു. രാത്രികാലങ്ങളിൽ പ്രവർത്തിക്കുന്ന ദേശീയപാതയോരത്തെ തട്ടുകളിലാണ് പഞ്ചായത്തിന്റെ നിർദ്ദേശപ്രകാരം ആരോഗ്യവകുപ്പ് പരിശോധന നടത്തിയത്. തൃശൂർ പടിയൂരിലെ വെള്ളക്കെട്ടിന് കാരണമായ ബണ്ട് പൊളിച്ചു. പുളിക്കച്ചിറയിലെ താൽക്കാലിക ബണ്ടാണ് പൊളിച്ചത്. ബണ്ട് കാരണം പ്രദേശത്തെ 150ഓളം കുടുംബങ്ങൾ വെള്ളത്തിലായിരുന്നു. ദിവസങ്ങൾ നീണ്ട പ്രതിഷേധങ്ങൾക്കൊടുവിൽ കളക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് ബണ്ട് പൊളിച്ചുമാറ്റിയത്. പടിയൂർ പുളിക്കച്ചിറ പാല നിർമ്മാണം അശാസ്ത്രീയത മൂലം നിർത്തിവെച്ചതിനാലാണ് താൽക്കാലിക ബണ്ട് കെട്ടിയത്. ബണ്ട് കെട്ടിയതോടെ പ്രദേശത്തെ 150ഓളം വീടുകളിലേക്ക് വെള്ളം കയറാൻ തുടങ്ങി.
തുടർന്ന് പ്രദേശവാസികൾ ദിവസങ്ങളായി സമരത്തിലായിരുന്നു. ജില്ലാ കളക്ടറും മന്ത്രി ആർ ബിന്ദുവും പൊതുമരാമത്ത് ബ്രിഡ്ജസ് വിഭാഗം ഉദ്യോഗസ്ഥരും ചേർന്ന് നടത്തിയ യോഗങ്ങളെ തുടർന്ന് ബണ്ടിനടിയിലൂടെ ഇപ്പോഴുള്ള 3 പൈപ്പുകൾ കൂടാതെ കൂടുതൽ പൈപ്പുകളിട്ട വെള്ളം കൂടുതൽ ഒഴുകിപ്പോകുന്നതിനായുള്ള നടപടി സ്വീകരിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെ വെള്ളം ഒഴുക്കിവിടുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും പൈപ്പും യന്ത്രസാമഗ്രികളും എത്താത്തതിനാൽ ബണ്ടിന് സമീപം തടിച്ചുകൂടിയ പ്രദേശവാസികൾ വീണ്ടും പ്രതിഷേധിക്കുകയും ചെയ്തു. തുടർന്ന് ഉദ്യോഗസ്ഥർ JCB ഉപയോഗിച്ച് ബണ്ടിന്റെ 3 ഇടങ്ങളിലായി പൊളിച്ച വെള്ളം കൂടുതൽ ഒഴുക്കിവിട്ടാണ് പ്രതിഷേധം തണുപ്പിച്ചത്. ഇവിടെ പിന്നീട് കൂടുതൽ പൈപ്പുകൾ സ്ഥാപിച്ച് ഗതാഗതം പുനഃസ്ഥാപിക്കുമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു. നിലവിൽ ഇതുവഴിയുള്ള ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ്. അമൃത ന്യൂസ്, തൃശൂർ. ഇടുക്കി ചിന്നക്കനാൽ 301 പട്ടയ ഭൂപ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്നു. ജില്ലാ കളക്ടർ നേരിട്ടെത്തി സ്ഥലത്ത് പരിശോധന നടത്തി. പട്ടയത്തിന് പുറമെ റോഡ്, കുടിവെള്ളം, വന്യമൃഗശല്യം തുടങ്ങിയവയ്ക്കും ശാശ്വത പരിഹാരം കാണുമെന്ന് കളക്ടർ വ്യക്തമാക്കി. 2002-2003 കാലഘട്ടത്തിൽ വിവിധ മേഖലകളിൽ നിന്നുള്ള ആദിവാസികളെ കുടിയിരുത്തിയ സ്ഥലമാണ് ഇടുക്കി ചിന്നക്കനാലിലെ 301. എന്നാൽ വന്യമൃഗശല്യമടക്കമുള്ള വിഷയങ്ങൾ മൂലം ഭൂരിഭാഗം കുടുംബങ്ങളും വീടും സ്ഥലവും ഉപേക്ഷിച്ച് ഇവിടെ നിന്ന് പോയിരുന്നു. പോകാൻ മറ്റിടങ്ങളില്ലാത്ത 90ഓളം പേരാണ് കുടിയിലുള്ളത്. ഇതിൽ സ്ഥിരതാമസക്കാരായുള്ളത് 45 കുടുംബങ്ങളും. സർക്കാർ വച്ചു നൽകിയ വീടുകൾ നിലവിൽ ചോർന്നൊലിക്കുന്ന അവസ്ഥയിലാണ്. ഇവിടേക്ക് ഗതാഗതയോഗ്യമായ റോഡും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളുമില്ല. വന്യജീവി പ്രതിരോധത്തിന് വേണ്ട സംവിധാനങ്ങളുമില്ലാത്തതിനാൽ കാട്ടാനശല്യവും രൂക്ഷമാണ്. ഇത്തരം പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് കളക്ടർ സ്ഥലം സന്ദർശിച്ചത്. 301 പ്രശ്നങ്ങൾക്ക് മുഴുവൻ പരിഹാരം കാണുമെന്നും എന്നാൽ ഇതിന് സമയം ആവശ്യമാണെന്നും കളക്ടർ വി വിഘ്നേശ്വരി പറഞ്ഞു. വീട് വേണം, ഒരു വിളക്ക് വേണം, സോളാർ ഫെൻസിങ് വേണം, പിന്നെ കുട്ടികളെ സ്കൂളിലേക്ക് കൊണ്ടാക്കാനുള്ള വഴി സൗകര്യം, വണ്ടി സൗകര്യം എല്ലാം വേണമെന്നാണ് പറയുന്നത്. എല്ലാം നമുക്ക് തുടങ്ങാൻ പറ്റും. ഉടൻ ഉണ്ടാവുന്ന കാര്യമല്ല, പക്ഷേ എങ്കിലും അതിലേക്കുള്ള എല്ലാ കാര്യങ്ങളും തുടങ്ങും. കളക്ടറുടെ ഇടപെടലിൽ വിശ്വാസമുണ്ടെന്നും പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും കുടിനിവാസികളും പറഞ്ഞു. എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്, കളക്ടർ ഏറ്റിട്ടുണ്ട്, ഘട്ടം ഘട്ടമായിട്ട് ചെയ്തു തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ഞങ്ങൾ തൃപ്തരാണ്. ഇനി കളക്ടറെ ഇതിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു തരണം. ആദിവാസി കുടുംബങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിന് ശാശ്വതമായ പദ്ധതി നടപ്പാക്കുമെന്നും കളക്ടർ അറിയിച്ചു. MC ബോബൻ, അമൃത ന്യൂസ്, ഇടുക്കി.